മുൻ രാഷ്ട്രപതി കെ.ആർ. നാരായണന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നൽകിയ വിശദീകരണം കേട്ടപ്പോൾ കേരളം മുഴുവൻ ചോദിച്ചുപോയി, ആരാണ് ഈ സതീശൻ? സതീശൻ പറഞ്ഞത് ചടങ്ങിൻ്റെ നോട്ടീസിൽ തൻ്റെ പേര് ഇല്ലായിരുന്നു എന്നാണ്, അതിനാൽ പോയില്ല എന്ന്. രാഷ്ട്രപതി അനാച്ഛാദനം നടത്തുന്ന ചടങ്ങാണിത്. അതിനായി നോട്ടീസിൽ പേരുകൾ ചേർത്തത് രാഷ്ട്രപതി ദ്രൗപദി മുർമു, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഗവർണർമാരായ ആരിഫ് മുഹമ്മദ് ഖാൻ, രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടേതായിരുന്നു. അത്രയും പ്രൗഢമായ ചടങ്ങിൽ നോട്ടീസിൽ സർവാണി നേതാക്കളുടെയും പേര് ചേർക്കില്ല എന്നത് മനസ്സിലാക്കാൻ പ്രാഥമിക ബോധം മാത്രം മതി. ചടങ്ങിൽ പങ്കെടുത്ത സ്പീക്കർ, മന്ത്രിമാർ, പാർലമെൻറ്റ് അംഗങ്ങൾ, പ്രമുഖർ ആരുടെയും പേര് നോട്ടീസിലില്ലായിരുന്നു. അവർ എത്തിയത് ബഹുമാനത്താൽ. പക്ഷേ പ്രതിപക്ഷ നേതാവിന് അത്ര ബഹുമാനവും വിനയവും ഇല്ല എന്നുള്ളതാണ് ഇതോടെ തെളിഞ്ഞത്. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങ് കേവലം ഒരു ഔദ്യോഗിക പരിപാടിയല്ല, അത് കേരളത്തിൻ്റെ സാംസ്കാരിക മാനത്തിൻ്റെയും സാമൂഹിക പാരമ്പര്യത്തിൻ്റെയും പ്രതീകമാണ്. അതിൽ പങ്കെടുക്കാതിരിക്കാൻ പേരില്ല എന്ന ന്യായം പറയുന്നത് മിതമായി പറഞ്ഞാൽ തന്നെ അല്പത്തമാണ്. ചിലർ പറയുന്നത് പോലെ സതീശൻ രാജ്ഭവനിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനല്ലാതെ കാലുകുത്തില്ല എന്ന പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പ്രതിമ അനാച്ഛാദനത്തിലും അദ്ദേഹം അവകാശപ്പെട്ട വാതിൽപ്പടിയിൽ നിൽക്കുന്ന അതിഥി സ്ഥാനവും ഒഴിവാക്കിയതെന്ന്. കെ.ആർ. നാരായണൻ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് മുൻപിൽ നിൽക്കാൻ പോലും പാർട്ടിക്ക് ആത്മവിശ്വാസം ഇല്ലാതാകുന്നത് രാഷ്ട്രീയ മന്ദബുദ്ധിത്വത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ആരാണ് ഈ സതീശൻ? ആരാണ് ഈ ബഹുമാനം പോലും മനസ്സിലാക്കാത്ത പ്രതിപക്ഷ നേതാവ്? രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയെയും മുൻ രാഷ്ട്രപതിയെയും അവഗണിക്കുന്നവർക്ക് കേരളം നൽകുന്ന മറുപടി ചരിത്രം എഴുതും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് തന്നോട് രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും വ്യക്തമാക്കുകയാണ്. തന്നെ ചവിട്ടി പുറത്താക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അനധികൃതമായ ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല എന്നും പ്രശാന്ത് പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ആസ്തി വെളിപ്പെടുത്താൻ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം 2025 ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല, മഹസർ തയ്യാറാക്കിയാണ് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതെന്നും ഇക്കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുമുണ്ട്.